ഇത് പറയാനുള്ള കാരണം ഞാനൊരു കാര്യം ചോദിച്ചാൽ അത് സത്യസന്ധമായിട്ട് മറുപടി പറയാം. ഒരു ഫുൾ മൂൺ അല്ലേ, ഫുൾ മൂൺ നിങ്ങളുടെ നഗ്ന നേത്രം കൊണ്ട് കണ്ടിട്ട് എത്ര കാലം? രണ്ടു ദിവസം മുമ്പ് കണ്ട എത്ര പേരുണ്ട്? എത്ര പേരാണ്? 3 പേരാണ്, 4 പേരാണ്, 4 പേരാണ് ഇവിടെ ഒരു ഫുൾ മൂൺ ഈ അടുത്ത കാലത്ത്. എല്ലാ മാസവും ഫുൾ മൂൺ ഉണ്ട് അല്ലെ? ഏകദേശം ഒരു ഫുൾ മൂണിന്റെ പിറ്റേ ദിവസം അല്ലേ? ഓക്കെ, ഏകദേശം ഫുൾ മൂൺ നമുക്ക് ഇവിടെ കാണാം അല്ലെ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ നേരെ മുകളിലുള്ള ആകാശം നിങ്ങൾ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത്? എപ്പോ കണ്ടു? എന്ത് കണ്ടു? ഇത് പൊന്നാനി വെൽഫെയർ അസോസിയേഷൻ പരിപാടി സംഘടിപ്പിച്ച് പൊളിക്കുന്നു, രാത്രിയാകുന്നു അല്ലേ? മനോഹരമായിട്ടുള്ള ഉദയങ്ങളും അസ്തമയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദിസ്. നമ്മളെന്തോ ഒരു ഓട്ടത്തിലാണ്, ഭയങ്കരമായിട്ടുള്ള തിരക്ക് പിടിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആകാശത്ത് നിന്ന് ഞാൻ പറഞ്ഞു ഫുൾ മൂൺ കാണാം, അതേപോലെ തന്നെ ഹാഫ് മൂൺ നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്നാൽ ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ, ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് മൂൺ, ഹാഫ് മൂൺ പറഞ്ഞാൽ സിമ്പിൾ അല്ലേ? അല്ലേ? നമ്മുടെ ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശം നമ്മൾ പകുതി ഷേപ്പിൽ കാണുന്നത് അല്ലേ? അല്ലേ? പകുതി ഷേപ്പിൽ. ഫുൾ മൂൺ എന്ന് പറയുന്നത് അതിന് നമ്മൾ ഹാഫ് ആക്കി എങ്ങനെ ഉണ്ടാവും അല്ലേ? നമ്മൾ കാണാറുണ്ട്. നമ്മളൊരു മാസം തുടങ്ങി ഒരു 5-6 ദിവസം കഴിയുമ്പോൾ കാണുന്നൊരു ഷേപ്പില്ലേ? ആ ഷേപ്പിൽ നമ്മൾ ഹാഫ് മൂൺ എന്ന് പറയും. നമുക്കിവിടെ ഒരു ഹാഫ് മൂൺ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനൊരു ഹാഫ് മൂൺ ക്രിയേറ്റ് ചെയ്യും. ഹാഫ് മൂൺ എന്ന് പറഞ്ഞാല് നമ്മള് ഇരിക്കുന്ന രീതി, നമ്മൾ ഇങ്ങനെ ഒരു ഹാഫ് മൂൺ ആയിട്ട് മാറും. ചെയർ അങ്ങനെ സെറ്റ് ചെയ്യണം. കണ്ടീഷൻ. ഞാൻ എന്റെ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് 3 മിനിറ്റ് സമയമുണ്ട്. ഒരാളും സംസാരിക്കാൻ പാടില്ല. നമ്മുടെ പൊന്നാനി വെൽഫെയർ അസോസിയേഷന്റെ നിങ്ങളുടെ ആ ഒരു കോർഡിനേഷൻ, അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്കിൽ, അത് നമുക്ക് ഇവിടെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം. 3 മിനിറ്റ് സമയമുണ്ട്. മനോഹരമായിട്ട് എല്ലാവരും ഈ ഒരു ഷേപ്പ്, ഞാൻ പറഞ്ഞ ഷേപ്പ് മനസ്സിലായല്ലോ അല്ലെ? ഏകദേശം നമുക്ക് ഒരു യു ഷേപ്പ് പോലെ അല്ലെ? ഒന്ന് ആ രീതിയിലേക്ക് എല്ലാവരുടെയും പൊസിഷൻ ഒന്ന് മാറണം. ഒരാളും സംസാരിക്കാൻ പാടില്ല. ഡു ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി. വി സ്റ്റാർട്ട് നൗ. യെസ്, ക്വിക്ക്. ഇങ്ങനെ അല്ല, ഇതിപ്പോ ആളിയില്ലേ? ഇങ്ങനെ കിട്ടിയാൽ മതി. ഇവിടേക്ക് വരുമ്പോ ഹാഫ് മൂൺ ആവൂല. ഹാഫ് മൂൺ ആവൂല. ഞാൻ പറഞ്ഞു നമ്മൾ ആകെ 20 മിനിറ്റ് നേരം എല്ലാവരും സെറ്റിൽഡ് ആവാം. എല്ലാവരും സെറ്റിൽ ആവാം. ഓക്കെ, ആൻഡ് ഞാൻ 3 മിനിറ്റാണ് പറഞ്ഞത്. 1 മിനിറ്റ് ആകുമ്പോഴേക്കും വി ഹാവ് ഡൺ ഇറ്റ് അല്ലേ? ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. സൂപ്പർ. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നേരം നമുക്കൊരു സമയം മാറ്റി വെക്കാം. ആർക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്നത്? ഐ, മീ, മൈസെൽഫ് അല്ലേ? നമുക്കെല്ലാവർക്കും സമയമുണ്ട്. എല്ലാവർക്കും വേണ്ടി മാറ്റി വെക്കാൻ സമയമുണ്ട്. സമയമില്ലാത്ത എന്തിനാണ്? നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയമില്ലാത്തത്. നമുക്ക് എല്ലാ ദിവസവും എനിക്ക് സ്വന്തമായിട്ടൊരു സമയം മാറ്റി വെക്കാനുണ്ടാവണം. നമ്മൾ മീ ടൈം ഒക്കെ പറയും. മീ ടൈം. നമ്മൾ എന്തിനൊക്കെ സമയം മാറ്റി വെക്കുന്നത് അല്ലേ? നമ്മൾ ഓഫീസിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ
നമ്മൾ ആർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നു, അല്ലേ? നമ്മുടെ ബിസിനസ്സിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നു, നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി മാറ്റിവെക്കുന്നു, കുട്ടികൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നു, അല്ലേ? വൈഫിന് വേണ്ടി സമയം കൊടുക്കുന്നുണ്ട്, നാട്ടുകാർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നുണ്ട്, സംഘടനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുന്നുണ്ടോ? എനിക്ക് സ്വന്തമായിട്ടൊരു സമയം മാറ്റിവെക്കുന്നുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരിക്കാൻ ഇഷ്ടപ്പെട്ട വിഷയം ട്രാൻസ്ഫോർമേഷൻ കേട്ടിട്ടുണ്ടോ? ട്രാൻസ്ഫോർമേഷൻ അല്ലേ? നമ്മളെല്ലാവരും കേൾക്കുന്നൊരു വേർഡായിരിക്കും. അതിന് മലയാളം എന്താണ്? ട്രാൻസ്ഫോർമേഷൻ്റെ മലയാളം എന്താണ്? ട്രാൻസ്ഫോർമേഷൻ്റെ രൂപാന്തരീകരണം. ആരാ പറഞ്ഞു? യെസ് ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്തേ. എന്താണ് നിങ്ങൾ പൊന്നാനിക്കാരി? സൂപ്പർ. രൂപാന്തരീകരണം. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ലൈഫ് സ്വപ്നം കാണുന്നത് ആ രീതിയിലേക്ക് മാറാനുള്ള പവറും പൊട്ടൻഷ്യലും നമുക്കുണ്ട്. ഞാൻ കുറച്ച് സ്പേസ് വിടുന്നത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയും നിങ്ങൾക്കാണ് പറഞ്ഞുള്ളത്. എവറിത്തിങ് ഈസ് ഇന്റൻഷണൽ. നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ടത്, നമുക്ക് 2 ജീവിതമുണ്ട്, അല്ലേ? 2 ജീവിതമുണ്ട് നമുക്ക്. ഒന്ന് നിലവിൽ ഇങ്ങനെ പോകുന്ന ജീവിതം, രണ്ടാമത്തത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു ജീവിതമുണ്ട്, അല്ലേ? ആ ഒരു ആഗ്രഹിക്കുന്ന ജീവിതം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാണ്. വേണ്ടത് എന്താണ്? ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനുള്ള, ആ രീതിയിലേക്ക് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ള ഒരു ഡിറ്റർമിനേഷനാണ് വേണ്ടത്. ഇവിടെ സ്ട്രെസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സ്ട്രെസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, അല്ലേ? സ്ട്രെസ് നല്ലതാണ് എന്ന അഭിപ്രായം എത്ര പേരുണ്ട്? അതേപോലെ സ്ട്രെസ് നല്ലതാണെന്ന് പറയുന്നത്. യെസ് സാർ, പറയൂ, എന്താണ് സ്ട്രെസ് നല്ലതാണെന്ന് പറയാനുള്ള കാരണം? ജീവിതം നല്ലൊരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ സാർ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്തിനുള്ളൊരു ജീവിതം. സ്ട്രെസ് ഉണ്ടെങ്കിലാണ് ജീവിക്കാൻ ഒരു ഉന്മേഷം ഉണ്ടാക്കുന്നത്. സൂപ്പർ. സ്ട്രെസ് വേണം നമുക്ക്, അല്ലേ? സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്തോ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ പരിപാടി ഉദാഹരണമൊക്കെ എടുക്കാം. സലിം ഭായി നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ രാത്രി 1 മണി വരെയൊക്കെ തന്നെ ഇതിന്റെ പിറകിൽ ആളുകൾ നിന്ന് വർക്ക് ചെയ്യുന്നു. അതിനൊരു സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലേ? ഈ ഒരു പരിപാടി ഈ ഒരു ലെവലിലേക്ക് കളറാക്കാനുള്ള പണി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് എന്തുണ്ടായിട്ടുണ്ട്? സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. ആ സ്ട്രെസ് നല്ലതാണ്, അല്ലേ? ആ സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് എന്താവുന്നത്? ഈ പരിപാടി ഇത്രത്തോളം മനോഹരമാവുന്നത്. അതിന് നമ്മൾ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയും. ആ സ്ട്രെസ് നല്ലതാണ്. ജോലിയിലായാലും ബിസിനസ്സിലായാലും, അല്ലേ? നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ആ ഒരു പ്രഷറാണ്. പക്ഷെ ഈ പ്രഷർ യാതൊരു കാരണവുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റീസണും ഇല്ലാത്ത പ്രഷറുള്ള ആൾക്കാരുണ്ടാവും, അല്ലേ? അങ്ങനെ പ്രഷറില്ലേ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ ടെൻഷനുണ്ട്, പ്രഷറുണ്ട്, അല്ലേ? അങ്ങനെ ഉണ്ടോ? അത് ഏറ്റവും കൂടുതൽ പ്രവാസിയാക്കാന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടോ? ഒരു കാരണമില്ല, രാവിലെ എണീച്ചാൽ ഒരു ഉന്മേഷമില്ല, അല്ലേ? ഒരു ആവേശമില്ല, വല്ലാത്തൊരു സ്ട്രെസ് തോന്നാറുണ്ടോ? സോറി, ട്രൂലി അത് ടെൻഷൻ, അല്ലേ? എപ്പോഴും ഒരു പ്രഷർ. ആ പ്രഷർ, ടെൻഷൻ, വിഷയം. ആ ടെൻഷനും പ്രഷറും വരാനുള്ള റീസൺ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് കൃത്യമായിട്ടും എനിക്ക് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങും. എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് എക്സസൈസ് ചെയ്യാം, വർക്കൗട്ട് ചെയ്യണം. അത് ഞാൻ തന്നെ ചെയ്യണം, അല്ലേ? നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമോ? എനിക്ക് കിട്ടില്ല, അല്ലേ? അത് പണി ഞാൻ തന്നെ എടുക്കണം. ഇപ്പൊ വർക്കൗട്ട് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. അപ്പൊ ഈ എക്സസൈസും വർക്കൗട്ടും ചെയ്യുമെന്നാവും അത് നമുക്ക് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. എത്ര പേര് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? 2, 3, 4, 5, 6, 7.
ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? 5 days. നേരത്തെ 1 week ഫുൾ ചെയ്യുന്ന എല്ലാവരും കൈ താത്തി കേട്ടോ, അവര് കൈ പൊക്കണ്ട. ഒരാഴ്ചയിൽ 5 ദിവസം വർക്കൗട്ട് ചെയ്യുന്ന എഗെയിൻ കൂടുതൽ നമുക്ക് 10 പേരൊക്കെ കൈ നമുക്ക് കാണുന്നുണ്ട്. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും എക്സസൈസ് എത്ര പേരുണ്ടാവും? ഓക്കെ, വെരി ഗുഡ്. 2 ദിവസം വർക്കൗട്ടേ ചെയ്യാത്ത ആൾക്കാർ എത്ര പേരുണ്ടാവും? ഒന്ന് കൈ പൊക്കണേ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാട്ടോ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. യെസ്, സൂപ്പർ. ഇതാരെ ഇരിക്കാൻ പറഞ്ഞു? സോറി. അതെ മനസ്സിലായല്ലോ, നേരത്തെ ആണ് പറഞ്ഞത്. മനസ്സിലായല്ലോ. നമ്മള് സംഗതികളെ നമ്മള് മനസ്സിൽ നിൽക്കുക, അതിന്റെ ഫീലിംഗ് കൂടി ഉൾക്കൊള്ളും. മനസ്സിലാണ്. ഞാൻ ആ പൊന്നാനി കൂട്ടാൻ സമയത്ത് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കോച്ച് വന്നു, എന്നോട് നിൽക്കാൻ പറഞ്ഞു. ആ സമയത്താണ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഞാൻ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയത്. ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്യുമോ? ചെയ്യുന്ന പോലെ ചെയ്യാമോ? ഒന്ന് ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന ചെയ്യാമോ? ഒന്ന് ഇങ്ങനെ ആക്കോ, വെറുതെ ചുമ്മാ. ഇതായിരിക്കണം നമ്മുടെ എക്സസൈസിന്റെ തുടക്കം. സൂപ്പർ. താങ്ക് യു സോ മച്ച് എവരിവൺ. അപ്പോ നമുക്ക് വേണ്ട പണി നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാവും. കിച്ചണില് വർക്ക് ചെയ്യുന്നത് വർക്കൗട്ട് അല്ല. പല ആൾക്കാരും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് കിച്ചണില് വർക്ക് ചെയ്യുന്നത് വർക്കൗട്ട് അല്ല. രാവിലെ ചില ആൾക്കാർ നടക്കാൻ പോകുന്നുണ്ട്. ഈ സാധാരണ നോർമൽ നടക്കുമ്പോൾ ബ്രിസ്ക് വാക്കിംഗ്, then it's an exercise. Otherwise, it's not an exercise. അപ്പൊ നമ്മള് പലപ്പോഴും സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഓൾറെഡി എന്താണ് രാവിലെ മുതൽ രാത്രിയാവുന്നവരെ എന്താണ് പല പണിയും ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് എക്സസൈസ് ആവശ്യമില്ല. നോ, തെറ്റിദ്ധാരണയാണ്. വർക്കൗട്ട് ചെയ്തോണം, നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ മാറ്റിവെക്കാം. Is it clear? ഓക്കെ ആണോ? അഗ്രീഡ്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ. നാളെ മുതൽ രാവിലെ മുതൽ എക്സസൈസ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഈ സമയത്ത് ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ് എന്ന് ഈ സമയത്ത് കമ്മിറ്റ് ചെയ്യാൻ തയ്യാറുണ്ട്. സൂപ്പർ. ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക എല്ലാവരും. വൈ ഡോണ്ട് വി അപ്രിഷിയേറ്റ്? സൂപ്പർ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കണം. നമുക്ക് വേണ്ടിയുള്ള സമയം നമുക്ക് മാത്രമേ മാറ്റിവെക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമുക്ക് സമയം എവിടെ പോകും? നമുക്ക് എന്തുകൊണ്ട് എക്സസൈസ് ചെയ്യാത്തത്? യെസ്, നമുക്ക് വേണ്ടി നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് വേണ്ടിയുള്ള സമയം മാറ്റിവെക്കില്ല. തീർച്ചയായിട്ടും. വെരി ട്രൂ. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. ഒന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നീങ്ങാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഹെൽത്തി ആവണം, ഫിറ്റ് ആവണം എന്ന ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് എനിക്ക് വേണ്ടിയ സമയം മാറ്റിവെക്കുകയാണ്, അല്ലേ? എനിക്ക് അത്യാവശ്യം ശമ്പളം കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഞാൻ അതിന് പ്രോപ്പറായിട്ട് സേവ് ചെയ്യുന്നില്ല. ക്യാഷ് വരുന്നു, അവിടെ ഇങ്ങനെ പോകുന്നു, അല്ലെ? കുറെ നാട്ടിലേക്ക് പോകുന്നു, അവിടെ സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് സേവ് ചെയ്യണമെന്നുണ്ട്, സേവിങ് നടക്കുന്നില്ല. അപ്പൊ എങ്ങനെ സേവ് ചെയ്യാം? എങ്ങനെ എനിക്ക് കിട്ടുന്ന കാശ് ഇൻവെസ്റ്റ് ചെയ്യാം? അതിനെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. അതെന്താണ് ഞാൻ എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞ വർക്കൗട്ടാണ്, അല്ലേ?
രണ്ടാമത്തത്, നമുക്ക് എന്താണോ എങ്ങോട്ടാണോ നമുക്ക് യാത്ര ചെയ്യേണ്ടത്, നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത്, അതിനെക്കുറിച്ച് പഠിക്കാനൊരു സമയമുണ്ട്. നമുക്ക് ഹെൽത്തി ആവണം, ഫിറ്റ് ആവണം, അതിനെക്കുറിച്ച് പഠിക്കുകയും വേണം. നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ വിഷയം. നമ്മൾ സാധാരണ വീട്ടിൽ പണിയെടുക്കുന്നതുകൊണ്ട് എക്സസൈസ് വേണ്ട എന്നുള്ളതാണ് പൊതുവെയുള്ള തെറ്റിദ്ധാരണ. നോ, ദാറ്റ്സ് നോട്ട് കറക്റ്റ്. പഠിക്കണം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവും. എന്താണോ എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഒരുപാട് പാഷനുണ്ട് അല്ലെ. നേരത്തെ ഇവിടെ മനോഹരമായിട്ടുള്ള കവിത ചൊല്ലിയിട്ട് അത് അഭിനിവേശമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ കവിതയുടെ പേരെന്തായിരുന്നു? അഭിനിവേശം അല്ലെ. നമുക്ക് ഓരോരുത്തർക്ക് അഭിനിവേശമുണ്ട്. നേരത്തെ പറഞ്ഞു ഇവിടെ വ്ളോഗ് ചെയ്യുന്ന സഹോദരിയെ കുറിച്ച് ദാറ്റ്സ് എ പാഷൻ. ഞാൻ നേരത്തെ സലീം ഭായി പറഞ്ഞു, ഞാനൊരു കമ്പനിയുടെ CEO ആയിരുന്നു. ഞാൻ നേരത്തെ വന്നപ്പോൾ ഞാൻ 2007 ഇവിടെ എത്തി. ഒരു സാധാരണ കമ്പനിയിൽ ജോയിൻ ചെയ്ത സമയത്ത് 2 സ്റ്റോറുകൾ ഉണ്ടായിരുന്നു. അവിടെ ചെന്നു. നമ്മുടെ ഒരു പാഷൻ. അവിടെ എന്ത് ചെയ്തു? അവിടെ നമ്മളെ കമ്പനിയിൽ സിസ്റ്റം ഉണ്ടാക്കുകയും പ്രൊഫഷണൽസിനെ കൊണ്ടുവരികയും അതിനെ ബിസിനസ്സിനെ വളർത്തുകയും സൗദി അറേബ്യയിൽ മൊത്തത്തിൽ എല്ലായിടത്തും അതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇവിടെയും ദുബായിലും UAE-ലും ബഹ്റൈനും എല്ലാം തരം ബിസിനസ് എത്തിക്കാനുള്ള ആ ഒരു പാഷൻ. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഒരു കമ്പനിക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഗ്രോ ചെയ്യും, വളരണം, മുന്നോട്ട് പോകും, അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു നിയോഗമായിട്ട് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാനൊരു കോച്ചിങ് മേഖലയിൽ ലോകപ്രശസ്തരായിട്ടുള്ള മെന്റർ കോച്ചുമാരുടെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കോച്ചിങ് എന്നുള്ള പ്രോസസ്സിലൂടെ വർഷങ്ങളായിട്ട് കടന്നു. ഇപ്പോഴാണ് കൂടുതൽ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നത്. എങ്ങനെ ലൈഫ് മാറാം, എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാം. പല ആളുകളും നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്ട്രെസ് ഫ്രസ്ട്രേഷൻ വരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതമല്ലേ ജീവിക്കുന്ന പലരും. ആണോ? അല്ല. ഇഷ്ടപ്പെടുന്ന ജോലിയാണോ ചെയ്യുന്നത്? അല്ല അല്ലേ? ഇഷ്ടപ്പെടുന്ന ജോലിയാണോ ചെയ്യുന്നത്? ഞാൻ കൈവക്കാൻ പറയുന്നില്ല. ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടലാണ് അല്ലേ? യെസ്, ചെയ്യുന്ന ജോലി നമ്മൾ ഇഷ്ടപ്പെടലാണ് ചെയ്യുന്നത്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നൊരു ജീവിതം ജീവിക്കാനുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം, പഠിക്കണം അല്ലേ? നമുക്ക് എവിടെയാണോ നമുക്ക് അറിവില്ലാത്ത അവിടെ ഇതിപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഇറ്റ്സ് അമേസിങ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 10-30 വർഷം മുമ്പ് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഏതെങ്കിലും ഒരു ലൈബ്രറി തപ്പി പിടിച്ച് അതിൻ്റെ പുസ്തകമൊക്കെ കണ്ടെത്തിയില്ല എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ? അപ്പം നമുക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷനും എത്രത്തോളം ബ്ലെസ്സിങ് ഉള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, അത്രത്തോളം ബ്ലെസ്സിങ് ഉള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ലേണിംഗ് പ്ലാൻ നമുക്ക് ഉണ്ടാവണം. പഠിക്കാനും അതിനെക്കുറിച്ച് ആഴത്തിലേക്ക് നമുക്ക് ഓരോരുത്തർ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ, നമ്മുടെ പാഷൻ, എന്തിലാണോ നമുക്ക് പാഷൻ ഉള്ളത് അല്ലേ? ഒരുപാട് പാഷനേറ്റ് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ ചെറുപ്പത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പാഷനേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്ന ആഗ്രഹം എത്ര പേര് ഇവിടെ ഉണ്ടാവും? ഡു ദാറ്റ്. അപ്പോൾ പാഷൻ കണ്ടെത്തുക, ആ പാഷനിലേക്ക് നിങ്ങൾ സമയം കണ്ടെത്തുക, അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് വേണ്ടി എന്താവും? നമ്മൾ സമയം കണ്ടെത്തുക. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രശ്നം എന്താണ്? സമയമില്ല എന്നുള്ളത് അല്ലേ? ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എല്ലാ സംഭവക്കും റെഡിയാണ്, പ്രശ്നം എന്താ? സമയമില്ല അല്ലേ? ദൈവം നീതിമാനാണ് അല്ലേ? ദൈവം നീതിമാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള എലോൺ മസ്കിനും നമുക്കും സമയം ഒരേപോലെ 24 hours for everyone അല്ലേ? പ്രശ്നം ഇവിടെ നിന്നാണ്. സോറി, യെസ് 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 ടൈം മാനേജ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ ചുമ്മാ പറയട്ടോ, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ടൈം മാനേജ്മെന്റ് അല്ലേ? കേട്ടിട്ടുണ്ട്. ടൈം മാനേജ്മെന്റ് ട്രെയിനിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ടൈം മാനേജ്മെന്റിന് ഗുണം കിട്ടുന്ന ടൈം മാനേജ്മെന്റ് ട്രെയിനർമാർക്ക് അല്ലേ? ടൈം മാനേജ്മെന്റ് സംഭവമൊന്നുമില്ല. ലൈഫ് മാനേജ്മെന്റ്, നമ്മളൊരു ലൈഫിന് മൊത്തം എടുത്താൽ ആ ലൈഫിന്റെ ഒരു എപ്പിസോഡാണ് ഒരു ദിവസം എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഇന്നത്തെ ലൈഫാണ്. ഇന്നത്തെ ലൈഫ് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നൊരു പ്ലാൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്?
ഈ സമയമില്ല എന്നുള്ള ആഗോള പ്രശ്നത്തെ നമുക്ക് നേരിടാൻ പറ്റുക. നമ്മുടെ ഒരാൾ മാത്രം പ്രശ്നമല്ല അല്ലേ, ഇതൊരു ആഗോള പ്രശ്നമാണ്. നമ്മൾ ആഗോള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, എന്തൊക്കെയാണ് ആഗോള പ്രശ്നങ്ങൾ? ഗ്ലോബൽ വാർമിംഗ് അല്ലേ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആഗോള പ്രശ്നം. ഇതൊരു ആഗോള പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്താണ്, എൻ്റെ ഇന്നത്തെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നൊരു പ്ലാന് നമുക്ക് ഉണ്ടാവണം. ഈ പ്ലാന് മനസ്സിലുണ്ടായ പോരാ കേട്ടോ, മനസ്സിലുണ്ടായ പോരാ. മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. മനസ്സിന് അറബിയിൽ എന്താ പറയുന്നത്? കൽബിന്റെ അർത്ഥം അറിയോ? യെസ്, ഇളകിക്കളിക്കുന്ന അല്ലേ, ഇളകിക്കളിക്കുന്ന. കൽബ് എന്ന് പറഞ്ഞതിന് അർത്ഥം ഇളകിക്കളിക്കുന്നുള്ള. നമ്മുടെ മനസ്സ് തന്നെയല്ലേ. രാവിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യണമെന്ന് വിചാരിക്കും, എൻഡ് ഓഫ് ദ ഡേ എന്താവും, ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഫ്രസ്ട്രേറ്റ്. അപ്പം എന്താണ് സംഭവം? നമ്മുടെ ഒരു ഉറപ്പില്ല അല്ലേ. അപ്പം എങ്ങനെ എൻ്റെ ഇന്നത്തെ ജീവിതം ജീവിക്കണം എന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നടക്കുമോ എന്നുള്ള സംഭവമായിരിക്കാം. ഇതെല്ലാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് മാറണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനായിട്ട് നടന്നിരിക്കും. എൻ്റെ ഇന്നത്തെ ജീവിതം എങ്ങനെയായിരിക്കണം, വർക്കൗട്ട് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ലൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ് കുറയുന്നത് ലൈഫിലൊരു ബാലൻസ് കൈവരുമ്പോഴാണ്. ഈ സ്ട്രെസ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രോണിക് സ്ട്രെസ് കുറയുന്നത് എപ്പോഴാണ്? ലൈഫിലൊരു ബാലൻസ് ഉണ്ടാവുമ്പോഴാണ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഫോക്കസ് വരണം, ബാലൻസ് വരണമെങ്കിൽ അതായത് നമുക്ക് നമ്മുടെ ഹെൽത്തിൽ ഫോക്കസ് വേണം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ, അതുപോലെ നമ്മുടെ ജോലിയിൽ അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. അവിടെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്ട്രെസ് കുറയും. അത് കഴിയുമ്പം നമ്മുടെ സ്പിരിച്വൽ മേഖലയിൽ അല്ലേ, നമ്മുടെ സ്പിരിച്വൽ മേഖലയിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് അനുഷ്ഠാന കർമ്മങ്ങളാവാം, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന നന്മയാവാം അല്ലേ. ഇതെല്ലാം തന്നെ സ്പിരിച്വൽ. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യല്ല അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മയിൽ പങ്കാളികളാവാം. ഇപ്പം നമ്മുടെ പൊന്നാനി കൂട്ടായ്മ നമുക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ അതിൽ നേരത്തെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. മിക്കവാറും ഒരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഉൾപ്പെടുത്തി അല്ലേ അല്ലേ. അല്ല എന്താ ഇല്ലാത്തത്, എന്താണ് ഇല്ലാത്തതില്ലേ? അപ്പൊ എല്ലാവർക്കും കൈവക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഒരു നന്മയെങ്കിലും പങ്കാളികളാവാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ സംഘടനയുടെ ആ ഒരു കർമ്മ മേഖല സജ്ജീകരിച്ചിട്ടുള്ളത്. ഒന്ന് നല്ലൊരു കയ്യിൽ കൊടുക്കണം, അതിന് അണിയറ പ്രവർത്തനം ആ രീതിയിൽ വെൽ തോട്ട്, വളരെ ചിന്തിച്ചിട്ടാണ് അത്തരത്തിലുള്ള രീതിയിൽ എല്ലാ വിഭാഗങ്ങളിലും അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കർമ്മ മേഖല ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ബാലൻസ്ഡ് ആവണം. നമ്മളൊന്നും കൂടെ ബാലൻസ്ഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്പിരിച്വൽ ഫോക്കസ് വേണം അല്ലെ, ഹെൽത്തിൽ ഫോക്കസ് വേണം, നമ്മുടെ വെൽത്തിലും ഫോക്കസ് വേണം അല്ലെ, റിലേഷൻഷിപ്പിൽ ഫോക്കസ് വേണം. നമുക്ക് നമ്മുടെ ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് 1930 മുതൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് അല്ലേ, കേട്ടിട്ടുണ്ടോ? ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നൽകുന്ന എന്ത് കാര്യമാണെന്നതിനെ കുറിച്ച് 1930 തുടങ്ങിയ ഗവേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളായിട്ട് ആ ഗവേഷണം നടത്തി, ഓരോ എത്ര തലമുറകൾ കടന്നുപോയി. ഇത്രത്തോളം ഗവേഷണം നടത്തിയിട്ട് ഈ പറഞ്ഞ ലോകപ്രശസ്തമായിട്ടുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയിട്ടുള്ളത് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്, ഹാപ്പിനെസ് നൽകുന്നത് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ പല ബന്ധങ്ങൾ അല്ലേ. നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം അല്ലേ, നമ്മുടെ പാരൻസുമായിട്ടുള്ള ബന്ധം, സിബ്ലിങ്സ് അല്ലേ, നമ്മുടെ ജ്യേഷ്ഠന്മാർ അനിയന്മാരായിട്ടുള്ള ബന്ധം. അവിടെയൊക്കെ നമ്മളൊന്ന് ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് ഹാപ്പി ആവാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരിക്കലും ഹാപ്പിനെസ്സിനെ നമുക്ക് ക്യാഷുമായി, നമുക്ക് കിട്ടാൻ പോകുന്ന സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്യാതിരിക്കാം. ആ സന്തോഷത്തിന് ആയുസ്സുണ്ടാകും. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മുടെ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്
നമ്മുടെ വീട്ടുകാരുമായിട്ട്, നാട്ടുകാരുമായിട്ട്, ഫ്രണ്ട്സുമായിട്ട്, ഇവിടെ എല്ലാം തന്നെ നമുക്ക് ബന്ധങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടെ നമുക്ക് കൂടുതൽ ഹാപ്പി ആവാൻ പറ്റും. കൂടുതൽ ഹാപ്പി ആകുമ്പോൾ എന്താവും, നമ്മുടെ നേരത്തെ പറഞ്ഞ സ്ട്രെസ് ലെവല് കുറഞ്ഞു വരും. ലൈഫ് എന്താവും, ബാലൻസ്ഡ് ആവും. അപ്പൊ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടിടത്തൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, ഫോക്കസ് ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. എന്താണോ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈഫ്, അതിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടമുള്ള ആളുകളിലേക്ക് നമുക്ക് നന്മ എത്തിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഹാപ്പി ആവാൻ നമുക്ക് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ബാലൻസ്ഡ് ലൈഫ് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ പൊന്നാനി കൂട്ടായ്മയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവർക്കും വലിയ നന്മയാണ് പൊന്നാനി കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നത്. ഞാനിവിടെ സഹോദരി പ്രസന്റേഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ ക്ലോസ് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങൾ ചെറിയ സേവനം ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്, അതിൽ ഒരു 3 സ്ലൈഡ് ഉണ്ട് നിങ്ങൾ ചെയ്തത്. അതൊന്ന് അവിടെ കാണിച്ചാലും ഓക്കെ. പൊന്നാനി കൂട്ടായ്മയുടെ വിഷൻ, അവിടെ കാണിച്ചാൽ മതി. വിഷൻ, മിഷൻ, വാല്യൂസ്. അതിന് തൊട്ട് പറയുകയായിട്ട് ആദ്യം വിഷൻ. വിഷൻ. വിഷൻ ആരാണൊന്ന് വായിക്കുക? എനിവൺ, ആർക്കും വായിക്കാം. ആരാ വിഷൻ വായിക്കുന്നത്? എനിവൺ? യെസ്. മൈക്ക് കൊടുക്കണേ. മനുഷ്യരെല്ലാവരും സ്നേഹത്തോടെ, ക്ഷമത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കുന്ന നഷ്ടപ്പെട്ട ചരിത്ര പ്രാധാന്യം വീണ്ടെടുത്ത ഒരു അത്യാധുനിക പൊന്നാനി. സൂപ്പർ. ഇതാണ് നമ്മൾ സ്വപ്നം കാണുന്ന പൊന്നാനി, അല്ലേ? നമ്മൾ സ്വപ്നം കാണുന്ന പൊന്നാനി മനുഷ്യരെല്ലാവരും സ്നേഹത്തോടെ, ക്ഷേമത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കുന്ന നഷ്ടപ്പെട്ട ചരിത്ര പ്രാധാന്യം വീണ്ടെടുത്ത ഒരു അത്യാധുനിക പൊന്നാനി. അതാണ് നമ്മുടെ വിഷൻ. വിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചപ്പാട്, അല്ലേ? സംതിങ് അബൌട്ട് ഫ്യൂച്ചർ, അല്ലേ? അതല്ലേ വിഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പാസ്റ്റ്, അല്ലേ? ഇറ്റ്സ് അബൌട്ട് ഫ്യൂച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ആഗ്രഹിക്കുന്ന പൊന്നാനി, നിലവിലൊരു പൊന്നാനി, നമ്മൾ സ്വപ്നം കാണുന്ന പൊന്നാനി. ആ ഒരു വിഷനിലേക്കുള്ള യാത്രയിലാണ്. ആ വിഷനിലേക്ക് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. വിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന പ്രവാസികൾക്ക് ഒരു ഉദാഹരണം ആവശ്യമില്ല. സൗദി വിഷൻ 2030 എങ്ങനെയാണ് സൗദിയെ മാറ്റിമറിച്ചതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അല്ലേ സലീം? അതായത് 2013-14 കാലഘട്ടത്തിന്റെ ആ ഒരു ഓയിലിന്റെ ക്രൈസിസ് വരുന്ന സമയത്താണ് സൗദി അറേബ്യ എന്ത് ചെയ്യുന്നത്? വിഷൻ 2030 അനൗൺസ് ചെയ്തു. എന്തായിരുന്നു വിഷൻ 2030? സൗദി അറേബ്യയുടെ ടൂറിസം വരുമാനത്തിന്റെ 90% എന്താണ്? എണ്ണ ഇതര സോഴ്സുകളിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ആ വിഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള വിഷൻ. നമ്മുടെ ഇവിടുത്തെ മുഹമ്മദ് ബിൻ സൽമാൻ മുന്നോട്ട് വെച്ച ആ ഒരു പവർഫുൾ വിഷൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ മാറ്റിമറിച്ചത് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി കനോട്ട് ബിലീവ് ഇറ്റ്. ആ ഒരു തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിലെ രൂപാന്തരീകരണം ഈ സൗദി അറേബ്യയിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിന് കാരണം എന്താ? സൗദി അറേബ്യയുടെ വിഷൻ. ആ ഒരു രീതിയിൽ ഈ വിഷനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? പൊന്നാനിയുടെ വിഷൻ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അതൊരു ഫീലിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ നമ്മുടെ ഹാർട്ടിൽ? വിഷൻ എന്ന് പറയുന്ന ഫീലിംഗ് ആണ് കേട്ടോ, ഒരു ഫീലിംഗ് ആണ് വിഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു
വല്ലാത്തൊരു ഫീലിംഗ് ആയിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇതൊന്ന് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ടോ നമുക്ക്? ഈ പറഞ്ഞ എഴുതി വെച്ച സംഗതി ക്ഷേമത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കുന്ന പൊന്നാനിയുടെ ചരിത്ര പ്രാധാന്യം നൂറ്റാണ്ടുകളോളം കിടക്കുന്ന അല്ലേ, അത് ചരിത്ര പ്രാധാന്യം വീണ്ടെടുക്കുന്ന അത്തരത്തിലൊരു പൊന്നാനി. ആ പൊന്നാനി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത്, അതാണ് എൻ്റെ വിഷൻ. ആ ഒരു വിഷനിലേക്കാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ സംഘടനയുമായിട്ട് യോജിച്ച് നിൽക്കുമ്പോൾ ആ വിഷനിലേക്കാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇന്ന് നിങ്ങൾ ജനറൽ ബോഡി യോഗം നടക്കാൻ പോകുന്നത് ആ വിഷനിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തൊരു വർഷത്തേക്ക്. എല്ലാ വർഷമാണോ ജനറൽ ബോഡി നടക്കുന്നത്? എല്ലാ വർഷവും. ഈ ഒരു വർഷക്കാലം, ഈ ഒരു വർഷം ആ വിഷനിലേക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇതിലെല്ലാവർക്കും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ചിന്തിക്കേണ്ടത് ഞാൻ എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ മഹത്തായ വിഷനിലേക്ക് നൽകുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് വരാം. മിഷൻ. മിഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ മിഷൻ എന്ന് പറഞ്ഞാൽ? മിഷൻ ദൗത്യം അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഡെയിലി ബേസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന വിഷനൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മിഷൻ എന്താണ്? നാടിൻ്റെ നാനോന്മുഖമായ വികസനത്തിനും പുരോഗതിക്കും നാട്ടുകാരുടെ ക്ഷേമത്തിനും വേണ്ടി നേത്രപരമായ പങ്ക് വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. സൂപ്പർ പവർഫുൾ. നേത്രപരമായ പങ്ക്. നേത്രപരമായ പങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡ് ചെയ്യണം അല്ലേ? എവ്രിവൺ, എല്ലാവരും ലീഡേഴ്സാണ്. നിങ്ങൾ ലീഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരൊക്കെയാണ്? കരുണാകരൻ. ഓക്കെ, നമ്മൾ ഓരോരുത്തരും ലീഡറാണ് അല്ലേ? നമ്മുടെ ലൈഫിന്റെ ലീഡർ ആരാ? നമ്മൾ തന്നെ അല്ലേ? അപ്പോൾ നേതൃപരമായ പങ്ക് വഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ ലീഡർ എന്ന് പറയുന്നത് എപ്പോഴാണ്? മുൻകൈ എടുക്കുമ്പോൾ അല്ലേ? കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്ന ആൾക്കാരൊക്കെ അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ലീഡർ എന്ന് പറയാം അല്ലേ? ലക്ഷ്യങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ കുറെ ഗുണങ്ങളാണ് ലീഡർക്ക്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നേതൃപരമായ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും കോർഡിനേറ്റ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ്സ് എടുക്കുകയും ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഓരോരുത്തർക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. മൂന്നാമത്തത് വാല്യൂസ്. വാല്യൂസ് 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 എന്താ വാല്യൂസ് പറഞ്ഞു? മൂല്യങ്ങൾ. മൂല്യങ്ങൾ അല്ലേ? മൂല്യങ്ങൾ. ഈ മൂല്യങ്ങൾ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? സംഘടന മൂല്യം വിട്ടേക്കും. നമ്മൾ ഓരോരുത്തരും ലൈഫിൽ അത്രയും മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളല്ലേ? ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. ഈ മൂല്യങ്ങൾ എവിടുന്നാണ് കിട്ടുന്നത്? നമുക്ക് പരമ്പരാഗതമായി എവിടുന്നാണ് കിട്ടുന്നത് മൂല്യങ്ങൾ? സാഹചര്യത്തിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്ന് അല്ലെ? ഇങ്ങനെ നമുക്ക് ചെറുപ്പകാലഘട്ടത്തിൽ നമ്മൾ എവിടുന്നൊക്കെയാണോ നമ്മൾ ഇടപഴകിയിട്ടുള്ളത് അവിടെ നമുക്ക് നല്ല മൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. ആ മൂല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വാല്യൂസ് നമ്മുടെ ഈ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യതയും അതുപോലെ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തീർച്ചയായിട്ടും ഒരുപാട് മതങ്ങളും അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയങ്ങളും ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ള ഒരു മഹാരാജ്യമാണ്. എന്നിട്ടും നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഒരു രാജ്യം നിലനിൽക്കുന്നത് നമ്മൾ ഏത് മതം ഉൾക്കൊണ്ടാലും ഏത് മതത്തിൻ്റെ ആളാണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിട്ട് കുറേ മൂല്യങ്ങളുണ്ട്. അതെല്ലാ മതത്തിലെ ആളുകളും, അതൊരു മതം എന്നുള്ളതല്ല, എല്ലാ മതത്തിലെ ആളുകളും കുറച്ച് മൂല്യങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കെട്ടുറപ്പുള്ള ഒരു സാമൂഹിക സംവിധാനം നാട്ടിൽ നിലനിൽക്കുന്നത്. ഒരു മനുഷ്യന്റെ രീതിയിൽ എനിക്ക് എൻ്റെ മൂല്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവണം. ആ മൂല്യത്തിൽ എന്ത് ചെയ്തുകൂടാ? ആ മൂല്യത്തിൽ നമ്മൾ വെള്ളം ചേർത്തു പോകും. ആ മൂല്യത്തിൽ വെള്ളം ചേർത്തു പോകും. ഫോർ എക്സാമ്പിൾ സത്യസന്ധത.
ഒരു മൂല്യമാണ് അല്ലേ? അവിടെ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പൊ ഒരു മനുഷ്യ രൂപത്തിൽ എൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഒരു മൂല്യം ആസ് എ ഇൻഡിവിജ്വൽ, എൻ്റെ ഒരു മൂല്യം ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന മൂല്യമാണ് മേക്ക് എ ഡിഫറൻസ്. ഒരു വ്യത്യാസം വരുത്താൻ, ഒരു വ്യത്യാസം വരുന്നത്, എല്ലാ കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. എൻ്റെ ഒരു മൂല്യം മേക്ക് എ ഡിഫറൻസ്. എന്തൊക്കെയാണ് നിങ്ങൾ ലൈഫിൽ പ്രാധാന്യം നൽകുന്നത്? അതാണ് നമ്മുടെ മൂല്യം എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് ലൈഫിൽ? അത് നമ്മുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഈ വളർന്ന ഒരു തലമുറക്ക് മികച്ച മൂല്യങ്ങൾ കൈമാറാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സംഘടനയുടെ മൂല്യം എന്താണ്? നമ്മൾ ഒരു തരത്തിലും ഡൈല്യൂട്ട് ചെയ്യാതെ, കൃത്യമായിട്ട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ കാത്തു സൂക്ഷിക്കേണ്ട പൊന്നാനി കൂട്ടായ്മയുടെ ചില മൂല്യങ്ങൾ. ഇത് ഒരാളും അവിടെ കൈ കടക്കരുത്, ഒരാളവിടെ വെള്ളം ചേർക്കരുത്. അതെന്തെല്ലാമാണ്? സത്യസന്ധത. നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ സത്യസന്ധമാണ്, സുതാര്യത, ട്രാൻസ്പെറന്റ് ആവണം. ഒന്നും ഒളിച്ചു വെക്കാതെ, അല്ലേ? ആ ഒരു മൂല്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്. പങ്കാളിത്ത മനോഭാവം, പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത മനോഭാവം എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ഇത് കോയിൻ ചെയ്തത്? ഈ മൂല്യങ്ങൾ ആരെ കോയിൻ ചെയ്ത്? ഗ്ലോബൽ കമ്മിറ്റി ആണ്. സൂപ്പർ. നമുക്ക് അവർക്കൊരു അപ്രിസിയേഷൻ നമുക്ക് കൊടുക്കേണ്ടതാണ്. പങ്കാളിത്തം എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ്, അല്ലേ? എനിക്ക് മാത്രം ഒരൊന്നും ഇവിടെ ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? പരസ്പരം കാര്യങ്ങൾ. പീപ്പിൾ ഓൾവേസ് നീഡ് പീപ്പിൾ. ആൾക്കാർ അങ്ങോട്ടും മനസ്സിലാക്കുമ്പോഴാണ്, ആൾക്കാരങ്ങോട്ട് സഹകരിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടുക. സേവന താല്പര്യം, സർവീസ്, സാമൂഹിക എല്ലാത്തിൻ്റെയും ആ ഒരു സോഷ്യൽ ഡയമെൻഷനിൽ കാണാൻ സാധിക്കും. ഇത്തരം മൂല്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും, മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞു തീർക്കാനുള്ള കാര്യമല്ല. മൂല്യങ്ങൾ എന്താണ്? അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ പുറത്തേക്ക് വരേണ്ടതാണ്. അപ്പൊ ഈ ഒരു മൂല്യങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളും. ഇതൊന്നും എഴുതി വെക്കാനുള്ളതല്ല. ഇങ്ങനത്തെ ഒരു പ്രസന്റേഷൻ കാണിക്കേണ്ടതിലൊക്കെ എന്താണ്, ഞാൻ അതിലേക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ എൻ്റെ മൂല്യം, എൻ്റെ സംഘടന മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഏതൊരു സംവിധാനവും നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പൊന്നാനി കൂട്ടായ്മ ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങളോളമായിട്ട്, ഒരു 1.5 പതിറ്റാണ്ടിലേറെ ഇതിൻ്റെ ഒരു നിലവിലുള്ള സംവിധാനം വരികയും 2 വർഷമായിട്ട് നമ്മൾ റിയാദിൽ ഈ ഒരു കൂട്ടായ്മ നിൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വളരെ മനോഹരമായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. അതിലേക്ക് ഒരുപാട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന നന്മകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഇതിനെ വലിയ ലെവലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ സംഘടന ഈ സംഘടന വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഇതിനെ നിലനിർത്തുന്ന മെയിൻ പില്ലേഴ്സ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ അതിലൂടെ മാത്രം നമുക്ക് കാര്യങ്ങൾ നമ്മൾ നോക്കി കാണുമ്പോൾ ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള ഒരുപാട് മനുഷ്യർക്ക് ഉപകാരമുണ്ടാകും, അതിന് മെമ്പേഴ്സിന് ഉപകാരമുള്ള ഒരു മഹത്തായിട്ടുള്ള സംവിധാനമായിട്ട് പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന് മാറാൻ കഴിയും. അതിന് കഴിയട്ടെ. ഈ ഒരു അവസരത്തിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ അവസരം നൽകിയ ഇതിൻ്റെ പ്രിയപ്പെട്ട എല്ലാ സംഘാടകരോടും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.